عليكم ورحمة الله وبركاته. യൂണിറ്റ് 2 تطور القصة العربية القصيرة. ഷോർട്ട് സ്റ്റോറി, അറബിക് ഷോർട്ട് സ്റ്റോറിയുടെ ഡെവലപ്മെൻറ്റ്സ് ആണ്. القصة القصيرة من أشهر فنون الأدب وأكثرها حداثة وتطورا وشيوعا في عصرنا الحاضر. ഷോർട്ട് സ്റ്റോറി എന്നുള്ളത് മിൻ അഷ്ഹരി ഫുനൂനിൽ അദബി, സാഹിത്യത്തിൽ ഏറ്റവും പ്രചാരം നേടിയ ഒരു കലയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതുമയും അക്സർഹ ഹദാസ, ഏറ്റവും പുതിയതും തതവ്വുറൻ അധികം ഡെവലപ്മെൻറ്റ് ലഭിക്കുന്നതും ഷിയൂഅൻ വ്യാപിക്കുന്നതും ഇപ്പോൾ ഫി ആസ്രിൻ അൽ ഹാദിർ നമ്മുടെ ഈ കാലഘട്ടത്തിൽ. വഖദ് അസ്ബഹത് തഹ്തല്ലു മകാനതൻ ബാരിസതൻ ലിഹ്തിമാമി അസ്ഹാബിഹ ബിൽ ഇൻസാൻ. ഇത് വലിയ സ്ഥാനമാണ് ഈ ഷോർട്ട് സ്റ്റോറിക്കുള്ളത്. തഹ്തല്ലു അത് നിലകൊള്ളുന്നു, മക്കാന ബാരിസ നല്ല ഒരു സ്ഥാനം. എന്തുകൊണ്ട്? ലിഹ്തിമാമി അസ്ഹാബിഹ അതിൻ്റെ രചയിതാക്കൾ പ്രാധാന്യത്തോടെ കാണുന്നു ബിൽ ഇൻസാൻ മാനുഷിക വിഷയങ്ങൾ, മനുഷ്യനെ. പിന്നെ മഷാക്കിലിഹി വ ഹയാത്തിഹി വാഖഇഹി, മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, ജീവിത സാഹചര്യങ്ങളെ, ജീവിത അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഷോർട്ട് സ്റ്റോറിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് വലിയ സ്ഥാനം ഷോർട്ട് സ്റ്റോറിക്കുണ്ട്. ഫഹിയ തസ്തമിദ്ദു ഹയാത്തിഹ മിൻഹു വമിനൽ മുജ്തമഅ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ജീവൻ നിലകൊള്ളുന്ന എവിടെയാണ്? അത് മനുഷ്യനെ കുറിച്ചാണ്. അതോടൊപ്പം വമിനൽ മുജ്തമഅ സമൂഹത്തെക്കുറിച്ചാണ്. അല്ലദീ യഈശു ഫീഹിൽ അദീബ്, സാഹിത്യകാരൻ ജീവിക്കുന്ന സമൂഹം, അതായിരിക്കും അതിൻ്റെ പൾസ്. അതോടൊപ്പം വതുആലിജുൽ ഖളായ, ഇഷ്യൂസുകളെ ഈ ഷോർട്ട് സ്റ്റോറി അഡ്രസ്സ് ചെയ്യും, അവ കൈകാര്യം ചെയ്യും. കമാ തതല്ലഉ ഇല ആഫാഖിൽ മുസ്തഖ്ബിൽ, ആ ഇഷ്യൂസ് എന്തായിരിക്കാം? ഒരുപക്ഷെ വരും കാലങ്ങളിലെ ഭാവി ചക്രവാളങ്ങളിലേക്ക് വരെ നീണ്ടുകിടക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന, അവ കൈകാര്യം ചെയ്യുന്ന ഒരു കലയാണ്. വഫന്നുൽ ഖിസ്സത്തുൽ ഖസീറ നൗഉ മിനൽ അജ്നാസിൽ അദബിയ്യ, സാഹിത്യ ഇനങ്ങളിലെ ഒരു ഇനമാണത്. യഖൂമു അല ഇഖ്തിയാരി ജാനിബി മിന തുറാസ് അവിൽ ഹയാത്ത് ഔ മിൻ റിവായത്തിമ. ഇത് കൈകാര്യം ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തുറാസായിരിക്കാം, ഏതെങ്കിലും പൈതൃകത്തിൻ്റെ തലങ്ങളായിരിക്കാം, അവിൽ ഹയാത്ത് അല്ലെങ്കിൽ ജീവിതം തന്നെയായിരിക്കാം, ഔ മിൻ റിവായത്തിമ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവ വികാസങ്ങളായിരിക്കാം. യൽഹദുൽ മുഅല്ലിഫു ഹാദിസഹ ബി ഐനിഹ, തൻ്റെ കണ്ണുകൊണ്ട് ആ കാര്യങ്ങളെ എഴുത്തുകാരൻ വീക്ഷിക്കും. വയുറാഇ ഫി അർദിഹ നാഹിയൽ ഫന്നിയൽ മുതനാഗിമ, അവിടെ നിലനിൽക്കുന്ന കലാമേഖലകളെ എന്നിട്ട് അവതരിപ്പിക്കും. വഹിയ അക്സർ മിനർ റിവായ, അതിൻ്റെ വലിപ്പം നോക്കിയാൽ ഷോർട്ട് സ്റ്റോറി എന്നുള്ളത് റിവായകളെക്കാളും നോവലുകളെക്കാളൊക്കെ എത്രയോ ചെറുതാണ്. വാഖല്ലു തഅസ്സുമൻ, അതിൻ്റെ കടുപ്പം കാഠിന്യം വളരെ കുറവായിരിക്കും. അതേപോലെ വതഫ്സീലൻ, അതിൻ്റെ വിശദീകരണവും വളരെ ലളിതമായിരിക്കും, കുറവായിരിക്കും. വജലബത്തുൽ അഷ്ഖാസ്, അതിലുള്ള ക്യാരക്ടറുകളും എണ്ണം കുറവായിരിക്കും. വഹിയ മിനൽ ഫുനൂനിൽ ജദീദ് അല്ലത്തി നശഅത് ഫിൽ അസ്ൽ ഹദീസ്, ഇങ്ങനെ പറയാം, ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ കലാരൂപമാണ് അതെന്ന് പറയാം. വലം യഖ്തബിർ അൽ അറബ് ഹാദൽ നൗഅ മിനൽ ഖിസ്സ, കഥകളിലെ ഈ ഇനം അറബികൾ കണ്ടെത്തിയിട്ടില്ല. ഫിൽ ഖുറൂനി സാബിഖ, കഴിഞ്ഞ തലമുറകളിൽ. വലൈസ ലഹാ ജുദൂറും ഫി തുറാസിൽ ഖിസസി, കഥയുടെ പൈതൃക ചരിത്രങ്ങളിൽ ഇതിൻ്റെ വേരുകളില്ല. വഫിൽ വാഖഇ, യഥാർത്ഥത്തിൽ തമ്മ ഇസ്തിആറതുഹാ മിനൽ അദബിൽ ഗർബി, പാശ്ചാത്യൻ സാഹിത്യത്തിൽ നിന്ന് ഇസ്തിആറത്താണത്, കടമെടുത്തതാണ്, കടം കൊണ്ടതാണ്. ബഅദ ഇത്തിസാലിൽ അറബി ബിൽ ഗർബ്, അറബികൾ ഗർബുകളുമായിട്ടുള്ള കൂടിക്കലരലും കണക്ഷനും ബന്ധങ്ങളും ഉണ്ടായ ശേഷം. വതതവറത്തുൽ ഖിസ്സത്തുൽ അറബിയ്യൽ ഖസീറ ഫി അഖാബിൽ ഹർബിൽ ആലമിയ്യൽ ഊല, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നുകൊണ്ടാണ് ഈ ഒരു കഥ അറബിയിൽ രൂപപ്പെടുന്നത്, ഈ ഷോർട്ട് സ്റ്റോറി അറബിയിൽ രൂപപ്പെടുന്നത്. അഖാബിറ തുടർന്ന്, അൽ ഹർബുൽ ആലമിയത്തുൽ ഊല എന്ന് പറഞ്ഞ ഒന്നാം ലോക മഹായുദ്ധം. വലഹറത് മഅ ദുഹൂരിൽ അദീദ് മിന സുറാഅത്തി ഫിൽ ആലമി, അതോടൊപ്പം ലോകത്ത് തന്നെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ ഉണ്ടായതിനെ തുടർന്നും, അസുറാഅത്ത് സംഘടനകൾ. അതോടൊപ്പം വസ്സൗറ ലാഹിഖ ഫി ആം 1919 മീലാദിയ്യ, 1919 വിപ്ലവങ്ങളെ തുടർന്നും. ബഅദ ഫത്റത്തിൻ മിന തർജമാത്തിൽ ഫറൻസിയ്യ, അതാവട്ടെ അതിൻ്റെ ഒരു ആവിർഭാവം എന്ന് പറയുന്നത് ഫ്രഞ്ച് ട്രാൻസ്ലേഷൻ്റെ കാലഘട്ടത്തിന് ശേഷം. വൽ ഇഖ്തിസാബാത്തി സ്വരീഹ അലിൽ ഖിസസിൽ അറബിയ്യ, അറബി കഥകൾക്ക് വേണ്ടി വ്യക്തമായിട്ടുള്ള കോട്ടിങ്സ് അല്ലെങ്കിൽ ഒരു അനുകരണം ഫ്രഞ്ച് കഥകളോട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടം അറബി ഷോർട്ട് സ്റ്റോറി ഘട്ടം കടന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം തുടർന്നാണ് ശരിക്ക് യഥാർത്ഥത്തിൽ അറബിക് ഷോർട്ട് സ്റ്റോറി എന്ന സംഗതി രൂപപ്പെട്ടു വരുന്നത്. നശഅ ഫിൽ ഖിസ്സൽ ഖസീറ ഫി മിസ്ർ ഖുബൈല സൗറ 1919 ബിഫത്രത്തിൻ വജീസ, 1919 ഉണ്ടായിട്ടുള്ള വിപ്ലവം, ഈജിപ്തിൽ നടന്ന വിപ്ലവം, ആ വിപ്ലവത്തിന് തൊട്ട് മുമ്പ് ചെറിയ ഒരു പീരീഡിൽ മുമ്പായിട്ടാണ് മിസ്റിൽ ഖിസ്സ ഖസർ ഉണ്ടായത് എന്ന് പറയാൻ പറ്റും. ഹൈസു ഖദ്ദമ ലന മുഹമ്മദ് തൈമൂർ
എത്രത്തോളം എന്ന് വെച്ചാൽ മുഹമ്മദ് തൈമൂറാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അവല മുഹാവല, ആദ്യത്തെ ശ്രമം, ഫി ഹാദൽ മിദ്മാർ, ഈ ഒരു മിദ്മാറിൽ, ഈ ഒരു മേഖലയിൽ, ആമൽ 1917 മിലദിയ, അത് 1917 ബിഉൻവാൻ, അദ്ദേഹം അവതരിപ്പിച്ച ആ ഷോർട്ട് സ്റ്റോറിയുടെ പേര് ഫിൽ ഖിതാർ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഖിസ്സ ഖസീറ അറബിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. മുഹമ്മദ് തൈമൂറാണ് അത് ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഇനി അൽ ഖിസ്സ അൽ ഖസീറ എന്ന ടൈറ്റിൽ നോക്കാം. അൽ ഖിസ്സത്തുൽ ഖസീറ കജിൻസിൻ അദബിയ്യൻ കാനത്ത് തുഷക്കിലു ജുസ്അൻ ലാ യതജസ്സഉ മിനൽ അദബിൽ അറബിൽ ഇസ്ലാമി. ഷോർട്ട് സ്റ്റോറി എന്നുള്ളത് ഒരു സാഹിത്യ ഇനം എന്ന നിലക്ക് പരിഗണിക്കുമ്പോൾ അത് ഇസ്ലാമിക അറേബ്യൻ സാഹിത്യത്തിൻ്റെ വിട്ടുമാറാത്ത ഒരു ഭാഗമാണ്. എപ്പോൾ? മുൻദു ബിദായത്തിൽ ഹദാറത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക നാഗരികതയുടെ ആരംഭം മുതൽ തന്നെ. വകാന സർദുൽ ഖിസ്സ മൗജൂദ ഫി ശിഅരി വൽ ഹികായാത്ത്. കഥ പറയുക, കഥാഖ്യാനം എന്നുള്ളത് അറേബ്യൻ കവിതകളിലും അതുപോലെ ഹിക്കായകളിലും നേരത്തെ ഉണ്ട്, അത് ഉള്ള സംഗതിയാണ്. വൽ അറബു കാനു യഅരിഫൂന അൽ ഖിസ്സ, ഖിസ്സ എന്താണെന്ന് അറബികൾക്ക് അറിയാമായിരുന്നു. വ അൻവാഅഹ അൽ മുഖ്തലിഫ, അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങളും. ലമ്മ ഇസ്തമഉ ഇലാ ഖിസസിൽ ഖുർആൻ, ഖുർആനിലൂടെ പല കഥകളും അവർ കേട്ടത് മുതൽ. വ ഖിസസിൽ അംബിയാ, അംബിയാക്കളെ കഥ മനസ്സിലാക്കിയത് മുതൽ. വൽ ഖുദമാഇ മിനൽ ഹികായാത്ത് വൽ ഹദീസ്, പല സംസാര വിഷയങ്ങളിലും പല ഉദ്ധരണികളിലും ഹദീസുകളിലൊക്കെയായിട്ട് പൗരാണികരുടെ കഥകളും മനസ്സിലാക്കിയത് മുതൽ. ലാക്കിന്നൽ ഖിസ്സൽ ഖസീർ, അങ്ങനെയൊക്കെയാണെങ്കിലും ഷോർട്ട് സ്റ്റോറി എന്ന സംഗതി ലം തുൽഹർ ഫിൽ ആലമിൽ അറബി, അറബ് ലോകത്ത് ഇത് ഉണ്ടായിട്ടില്ല. കഫന്നിൻ മിൻ ഫുനൂനിൽ അദബി, അതൊരു കലാരൂപം എന്ന നിലക്ക്, മഅ ശുറൂതിഹൽ കാമില, അതിൻ്റെ സമ്പൂർണ്ണമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട്. ഇല്ല മുൻദു ബിദായത്തിൽ ഖർനിൽ 20, അത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടിയല്ലാതെ. ദാലിക ഹീനമാ ഹസല ഇഹ്തികാകുൽ അറബി ബിൽ ഗർബ്, വ്യക്തമായി പറഞ്ഞാൽ അറബികൾ പാശ്ചാത്യരുമായിട്ടുള്ള കൂടിക്കലരൽ ഉണ്ടായ ശേഷമല്ലാതെ. വഅസ്സറത് വതഅസ്സറത് കുല്ലു മിൻഹുമാ ബിൽ ആഖർ, ആ കൂടിക്കലരൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ നിലക്കുമുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. നതീജത തഅസ്സുറിൽ അറബി ബിൽ അദബിൽ ഗർബിയ്യ, പ്രത്യേകിച്ച് അറബികൾക്ക് പാശ്ചാത്യ സാഹിത്യത്തോടുള്ള സ്വാധീനമുണ്ടായപ്പോൾ ബിഷക്കിലിൻ ആം, പൂർണ്ണമായ ഒരു പൊതുവായ രൂപം പറഞ്ഞാൽ അങ്ങനെയാണ്. വബിഫന്നിൽ ഖിസ്സൽ ഖസീറ ബിഷക്കിലിൻ ഖാസ്, നമ്മുടെ വിഷയവുമായി പ്രത്യേകമായി പറയുമ്പോൾ അറബികൾക്ക് പാശ്ചാത്യ ഷോർട്ട് സ്റ്റോറികളോടുള്ള താല്പര്യവും അവരോടുള്ള സ്വാധീനവും ഉണ്ടായ ശേഷമെന്ന് പറയാം. എങ്കിൽ മാഹിയൽ ഖിസ്സൽ ഖസീറ, എന്താണ് ഷോർട്ട് സ്റ്റോറി? അൽ ഖിസ്സത്തുൽ ഖസീറ ഖിസ്സ നഫരിയ, അതൊരു ഗദ്യരൂപത്തിലുള്ള ഒരു കഥയാണ്. ഖയാലിയ, അത് ഭാവനാത്മകമായിരിക്കും. മുഖ്തസറ, സംക്ഷിപ്തമായിരിക്കും. തെക്കൂനു അക്സറമിൻ റിവായ, റിവായക്കാൾ എത്രയോ ചെറുതായിരിക്കും. വതതനാവലു ആദതൻ ശഖ്സിയാത്തിൻ ഖലീല ഫഖത്ത്, സാധാരണഗതിയിൽ വളരെ കുറഞ്ഞ കഥാപാത്രങ്ങളെയാണ് അവയിൽ കൈകാര്യം ചെയ്യുക. ലാ തതജാവസുൽ 10,000 കലിമ, എത്രത്തോളം എന്ന് വെച്ചാൽ 10,000 കലിമത്തിൻ്റെ അപ്പുറം ഒരിക്കലും അത് വിട്ടുകിടക്കില്ല. തഹ്ദുഫു ഇലാ തഖ്ദീമി ഹദസിൻ, അത് ലക്ഷ്യം വെക്കുന്നത് എന്തെങ്കിലും ഒരു സംഭവത്തെ അവതരിപ്പിക്കാനായിരിക്കും. ഹദസിൻ വഹീദിൻ, ഒറ്റ സംഭവം. ഗാലിബൻ, അധിക സമയം അങ്ങനെ ആയിരിക്കും. ളിംന മുദ്ദ സമനിയ ഖസീറ, അതും വളരെ നിർണിതമായ ഒരു ലിമിറ്റഡ് കാലത്തിൽ നടക്കുന്ന സംഗതിയായിട്ട്. മക്കാനിൻ മഹ്ദൂദിൻ ഗാലിബൻ, അധികവും ഒരു പ്രത്യേക പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്. ലിതുഅബ്ബിർ അൻ മൗഖിഫിൻ ഔ ജാനിബിൻ മിൻ ജവാനിബിൽ ഹയാത്ത്, ഏതെങ്കിലും ഒരു സന്ദർഭത്തെ, ഒരു ജീവിത സാഹചര്യത്തെ മാത്രം അവതരിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഷോർട്ട് സ്റ്റോറി സാധാരണഗതിയിൽ ഉണ്ടാവുക. വൽ ഖിസ്സൽ ഖസീറ ഹിയ ഐദൻ, ഇതോടൊപ്പം തന്നെ ഷോർട്ട് സ്റ്റോറി ഇഹ്ദ അൻവാഇ സർദി വൽ ഹിക്കായ, അത് നരേഷൻ്റെ അല്ലെങ്കിൽ ആഖ്യാന രൂപത്തിൻ്റെ ഒരു രൂപമാണ് എന്ന് പറയാം. വതതകവ്വനു മിൻ ഇദ്ദതി അനാസിറ ഡ്രാമിയ വമജ്മൂഅത്തി അഷ്ഖാസിൻ, അതും തന്നെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ കൂടിച്ചേരുന്ന അനാസുർ ഡ്രാമിയ, ഡ്രാമറ്റിക്കലായ ഘടകങ്ങൾ കൂടിച്ചേരുന്ന ഭാഗമാണ്. മജ്മൂഅത്തു അഷ്ഖാസിൻ, അതോടൊപ്പം തന്നെ ഒരു കൂട്ടം ക്യാരക്ടേഴ്സും അതിലുണ്ടാകും. തദ്ഖുലു ഫീമാ യഅരിഫ് ബിസ്റാഇ ഡ്രാമി, അവിടെയുള്ള നാടകീയ സംഘടനകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടപെട്ടു വരുന്ന അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള സംഘടനകൾക്കിടയിലേക്ക് കടന്നു വരുന്ന കഥാപാത്രങ്ങളെയും അവ അവതരിപ്പിക്കുന്നു. അല്ലാതെ യുഖവ്വിനുഹു കാതിബുൽ ഖിസ്സ, ആ നാടകീയ രംഗം രൂപപ്പെടുത്തിയതാരാണ്? എഴുത്തുകാരനാണ്. അതോടൊപ്പം തന്നെ ആ നാടകീയ സംഘടന ഉണ്ടാക്കുന്നത് ഗ്രന്ഥകാരനാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതിലേക്ക് പ്രവേശിക്കുന്ന ഒരു കൂട്ടം കഥാപാത്രങ്ങളും അതിൽ ഉണ്ടാകും. അവിടെ ഗ്രന്ഥകാരൻ രൂപപ്പെടുത്തിയെടുക്കുന്ന ആ ഒരു നാടകീയ ആ ഒരു സംഘടനം, ആ ഒരു ഏറ്റുമുട്ടൽ, അതിൻ്റെ സങ്കീർണത, ബിഖദ്രി തഅഖുദി സിറാഇ, ആ ഒരു സംഘടനത്തിൻ്റെ സങ്കീർണതക്കനുസരിച്ചും വതശഉബിഹി, അതിൻ്റെ വൈവിധ്യത്തിനനുസരിച്ചും തസീദു ഖുവ്വതി ഹുബ്കത്തിൽ ഖിസ്സ, ആ കഥയുടെ പ്ലോട്ട്, അതിൻ്റെ
ഇതിവൃത്തം ശക്തമായി തീരും. ഫീഹ, അതോടൊപ്പം സ്വാധീനമുണ്ടാക്കാനും സാധിക്കും. വതസീദു ഐലൻ ഖീമതൽ ഫന്നിയ, അതിൻ്റെ ശക്തി അനുസരിച്ച് കലാപരമായതിൻ്റെ മൂല്യവും വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. വളരെ അയഞ്ഞ, ഒരാളെ മനസ്സിൽ സ്വാധീനം ചെലുത്താത്ത, സങ്കീർണമല്ലാത്ത ഇതിവൃത്തമാണെങ്കിൽ അതിന് ശക്തി കുറവായിരിക്കും. നേരെ മറിച്ച് ആളുകൾക്കിടയിലേക്ക്, മനസ്സിലേക്ക് കയറി ചെന്നുകൊണ്ട് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന രൂപത്തിൽ ഗ്രന്ഥകാരൻ അല്ലെങ്കിൽ രചയിതാവ്, കഥാകൃത്ത് രൂപപ്പെടുത്തിയെടുക്കുന്ന ഇതിവൃത്തത്തിൻ്റെ സ്ട്രോങ് അനുസരിച്ച്, അവിടെ രൂപപ്പെടുത്തിയിരിക്കുന്ന നാടകീയ രംഗങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ശക്തിയും വൈവിധ്യവും വർദ്ധിക്കുമെന്നർത്ഥം. ഇനി മറാഹിൽ തതവ്വുരിൽ ഖിസൽ ഖസീറ ഫിൽ അദബിൽ അറബിൽ ഹദീസ്, ആധുനിക അറബി സാഹിത്യത്തിലെ ഷോർട്ട് സ്റ്റോറിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഇന്ന ഖിസ്സത്തുൽ ഖസീറ ഖദ് തതവ്വറത് ഫിൽ അദബിൽ അറബി അബ്റ 3 മറാഹില മുഖ്തലിഫ, വ്യത്യസ്തമായ 3 ഘട്ടങ്ങളിലൂടെയാണ് അറബി ഷോർട്ട് സ്റ്റോറി വളർന്നു വന്നിട്ടുള്ളത്. അൽ മർഹലത്തുൽ ഊല അൽ മർഹല അൽ ജിനീനിയ, ഒന്നാമത്തേത് മർഹല ജനീനിയ എന്ന് പറയും, അഥവാ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പീരീഡ്, എംബ്രിയോണിക് എന്നാണ് ജനീനിയ എന്ന് പറഞ്ഞത്, അതിൻ്റെ ഭ്രൂണാവസ്ഥ, അതാണ് ഒന്നാമത്തെ ഘട്ടം. അത് മുഅർറഖ മിൻ ബിദായത്തുൽ ഖർനി 19 ഇല 1914 മിലാദിയ. അത് അതിന് ചരിത്ര ഡേറ്റ് പറയുകയാണെങ്കിൽ, താരീഖ് പറയുകയാണെങ്കിൽ അത് 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 1914 വരെയാണ് ഈ ഒരു ഘട്ടം. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കഥാകാരന്മാർ ആരൊക്കെയാണ്, കഥാകൃത്ത് ആരൊക്കെയാണ്? കുത്താബ് ഹാദിഹിൽ മർഹല സലീം അൽ ബുസ്താനി, ലബീബ് ഹാഷിം, ഖലീൽ ജുബ്രാൻ, മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി, ഇവരുടെ കഥകളൊക്കെ ഈ ഒരു ഭ്രൂണാവസ്ഥ കാലഘട്ടത്തിലുള്ള അൽ മർഹല ലൂൽ, അൽ മർഹല ജനീനിയ കാലഘട്ടത്തിലുള്ള എഴുത്തുകളാണെന്ന് പറയാൻ പറ്റും. അത്തരം എഴുത്തുകാരാണ് ഇവരൊക്കെ എന്ന് പറയാൻ പറ്റും. അൽ മർഹല അസാനിയ, രണ്ടാമത്തെ ഘട്ടം, അൽ മഅറൂഫ, അത് അറിയപ്പെടുന്നു ബിസ്മി അൽ മർഹല അത്തജ്രീബിയ, തജ്രീബി, ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. മുഅർറഖ, ഇതിൻ്റെ ഒരു കാലക്രമം എന്ന് പറഞ്ഞാൽ മിൻ 1914 മിലാദിയ ഇല 1925 മിലാദിയ, 1914 മുതൽ 25 വരെ എന്ന് പറയാൻ പറ്റും. യുംകിനു അൻ തുസമ്മ അൽ മർഹല തഖ്ലീദിയ, ഈ കാലഘട്ടത്തിൽ മർഹല തഖ്ലീദിയ എന്ന് നമുക്ക് പേര് വിളിക്കാം, അനുകരണ കാലഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലത്തി നജിദു ഫീഹ, കാരണം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു മുഹാവലാത്തിൻ വാദിഹ, വ്യക്തമായ ചില ശ്രമങ്ങൾ, ലിൽ അസ്വാത്തിൽ അസ്ലിയ, നേരത്തെ അടിസ്ഥാനപരമായിട്ടുണ്ടായ ഇവിടെയുള്ള ശബ്ദങ്ങൾ, ഇവിടെയുള്ള രീതികൾ, അതിനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. കുത്തബ് ഹാദ നൗഇൽ ജദീദ്, ഈ ഒരു ഘട്ടത്തിലെ എഴുത്തുകാർ മുഹമ്മദ് തൈമൂർ, താഹിർ ലാഷീൻ വഗൈറുഹും, അവരല്ലാത്തവരും. മൂന്നാമത്തേത് വസാലിസുൽ മർഹല അത്തക്വീനിയ, ഇത് രൂപപ്പെടുത്തിയെടുക്കുന്ന കാലഘട്ടം. ഇഫ്തഹു മഹ്മൂദ് തൈമൂർ, അത് ആരംഭം കുറിച്ചത് മഹ്മൂദ് തൈമൂറാണ്, അത് ഉദ്ഘാടനം ചെയ്തത്. അല്ലത് യംതദ്ദു മിൻ ആം 1925 മിലാദി ഇലൽ വഖ്തിൽ ഹാദിർ, ഈ മൂന്നാം ഘട്ടം 925 മുതൽ ഇന്ന് വരെയുള്ള ഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഹൈസ് വഹറ ഉസ്ലൂബൻ സർദിയൻ ജദീദൻ, ഈ ഘട്ടത്തിലാണ് പുതിയ ഒരു ആഖ്യാന ശൈലി ഉണ്ടായിത്തീർന്നത്. യുഅക്കിദു അല തതവ്വുർ, അത് പുരോഗതിക്ക് ഉറപ്പ് നൽകുന്നതാണ്. വത്തഹ്ലീൽ നഫ്സി, മനഃശാസ്ത്രപരമായിട്ടുള്ള അപഗ്രഥനത്തിനും, ലിശ്ശഖ്സിയാത്തി ഫിൽ ഖിസസ്, ആ കഥകളിലുള്ള കഥാപാത്രങ്ങളെ, മഅ നഹ്ജിൻ അക്സറ വാഖഇയ്യതൻ, ഏറ്റവും അധികം യാഥാർത്ഥ്യത്തോട്, റിയാലിറ്റിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന രീതിയിലുള്ള. വൽ ഖിസ്സത്തുൽ ഖസീറ ഹഖഖത് മുസ്തവ മുതമയ്യിസൻ മിന അത്രീദ് ഫി ഖസാഇസ ഫന്നിയ മുഹദ്ദദ. ഖിസ്സ ഖസീറ എന്നുള്ളത് അത് ഒരു വ്യതിരിക്തമായ സ്ഥാനത്തെ നേടിയെടുത്തിട്ടുണ്ട്. മിനത്തെ രീതി, അത് ഉറപ്പിച്ചുകൊണ്ട്, ഫി ഖസാഇസ ഫന്നിയ മുഹദ്ദദ, നിർണിതമായ കലാ പ്രത്യേകതകളെയും സവിശേഷതകളെയും ഉറപ്പിക്കുന്ന നിലക്ക് വ്യതിരിക്തമായ ഒരു സ്ഥാനം, ഒരു മുസ്തവ, സ്റ്റാൻഡേർഡ് നേടിയെടുക്കാൻ ഖിസ്സ ഖസീറക്ക് സാധിച്ചു. ബിമാ ഫി ദാലിക ഇസ്റാറു അലാ അൻ തകൂന ഖസീറ ഫിത്തൂൽ, അതോടൊപ്പം അത് ശാഠ്യം പിടിച്ചിട്ടുണ്ട്, നിർബന്ധം പിടിച്ചു, അത് ഖസീറ തന്നെയായിരിക്കണം, അത് ഷോർട്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ. തഷ്മുലു ഇതാറൻ സമനിയൻ ഖസീറ, അതോടൊപ്പം തന്നെ അതിൻ്റെ ബൗണ്ടറി, അതിർത്തി, കാലക്രമത്തിൽ നോക്കുകയാണെങ്കിൽ അതും ഖസീറായിരിക്കണം. വവുജൂദു തഫാസില നഖദിയ അമീഖ, അതോടൊപ്പം തന്നെ വിശദമായ ആഴമേറിയ നിരൂപണങ്ങളും അവിടെ ലഭ്യമാണ്. വവുജൂദുൽ ഹദ്ദിൽ അദ്നാ മിന ശഖ്സിയാത്ത്, അതോടൊപ്പം തന്നെ ഓരോ കഥാപാത്രങ്ങളുടെ അസ്തിത്വവും അവിടെ നിലനിൽക്കുന്നുണ്ട്. വനഖൂലു നിഹായ ഗാമിള മിമ്മ യത്റുഖുൽ ഖാരി ലി ഖയാലിഹി വതഫ്സീരി, ഏറ്റവും അവസാനം ആ ഷോർട്ട് സ്റ്റോറി അവസാനിക്കുമ്പോൾ ഒരു വിശാലമായ ഭാവന വായനക്കാരന് വിട്ടേച്ചുകൊണ്ടാണ്, വായനക്കാരന് വിശദീകരിക്കാൻ അവസരം കൊടുത്തുകൊണ്ടാണ് അവ സമാപിക്കുന്നത്. അടുത്ത് അഹമ്മു റുവാദിൽ ഖിസ്സൽ ഖസീറ ഫിൽ അദബിൽ അറബി അൽ ഹദീസ്, ആധുനിക അറേബ്യൻ സാഹിത്യത്തിലെ ഷോർട്ട് സ്റ്റോറിയിൽ ഏറ്റവും പ്രസിദ്ധരായ റായിദുകൾ, ലീഡേഴ്സ് ആരൊക്കെയാണ്? ഖദ് ഇശ്തഹറ ഫിൽ ഖസ്സൽ ഖസീർ അദദുൻ കബീറുൻ മിനൽ ഉദബാഇ ഫിൽ വതനിൽ അറബി, അറേബ്യൻ ലോകത്ത് ധാരാളം
എഴുത്തുകാർ, കഥാകൃത്ത്, പ്രത്യേകിച്ച് ഷോർട്ട് സ്റ്റോറിയിലെ മേഖലയിൽ പ്രസിദ്ധരായ ആളുകളുണ്ട്. വക്കാന ലഹും ബസ്മത്തുഹുമുൽ ഖാസ ഫി നഷ്അതിഹി, ഇതിൻ്റെ വളർച്ചയിൽ അവർക്കൊക്കെ അതിൻ്റെതായ പങ്ക് അവർക്കുണ്ട്. ഇത് അദാഫു ഇലൈഹി ആദദൻ മിന തഖ്നിയാത്തിൽ ഫന്നിയ, ഒരുപാട് കലാപരമായ ടെക്നിക്സുകൾ അതിലേക്ക് കൂട്ടിച്ചേർത്ത ആളുകളാണ് അവർ. ലസിയമ പ്രത്യേകിച്ച് ഫിൽ ബിദായത്തി, ആരംഭ കാലഘട്ടത്തിൽ, ഇന്തിഖാലൻ ഇല മർഹലത്തി തജ്രീബ്, അത് തജ്രീബിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ കാലഘട്ടത്തിലേക്ക് നീങ്ങുന്ന ആ ഒരു പീരിയഡിൽ, മിമ്മ ജഅലഹ ഫന്നൻ മുതജദ്ദിദൻ, അങ്ങനെ ഒരു പുതിയ കലയാക്കി അവ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, വമിൻഹും മാ യഅതി, അങ്ങനെയുള്ള എഴുത്തുകാരിൽപ്പെട്ട, കഥാകാരന്മാരിൽപ്പെട്ട ഷോർട്ട് സ്റ്റോറി മേഖലയിൽ പ്രസിദ്ധരായ ആളുകളെ പറ്റിയാണ് താഴെ വരുന്നത്. ഒന്ന്, മുഹമ്മദ് തൈമൂർ 1892 മുതൽ 921 വരെ. വഹുവ മിൻ അഹമ്മി റുവാദിൽ ഖിസൽ ഖസീറ, ഏറ്റവും പ്രസിദ്ധനായ വ്യക്തിയാണ്. വമിൻ മുഅസ്സസി അൽ അദബിൽ ഖിസസി വൽ മസ്റഹി ഫി മിസ്ർ, ഈജിപ്തിലെ അൽ അദബുൽ ഖിസസി വൽ മസ്റഹി എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ്. അതോടൊപ്പം യുഅദ്ദു മിനൽ ഉദബാ അല്ലദീന കസറു അൽ ജുമൂദ് അൽ ലുഗവി ഫിൽ കിതാബ അൽ അദബിയ, സാഹിത്യ രചനയുടെ മേഖലയിൽ ഭാഷാ മുരടിപ്പിലും ആണ്ടുപോയ സാഹിത്യത്തെ, ആ മുരടിപ്പിനെ പൊട്ടിച്ചെറിഞ്ഞ സാഹിത്യകാരന്മാരിൽപ്പെട്ട ആളായിട്ടാണ് മുഹമ്മദ് തൈമൂർ എണ്ണപ്പെടുന്നത്. ബിഹൈസു കാനത് ലഹു അർ-റിയാദ ഫി ഇസ്തിഖ്ദാമി അൽ-ലഹ്ജ അൽ-ആമിയ്യ അൽ-മിസ്രിയ്യ അൽ-ബസീത ഫിൽ കിതാബ് അൽ-അദബിയ്യ. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ആമിയായ, കൊളോക്കിയലായിട്ടുള്ള ഭാഷ, ലളിതമായ ഈജിപ്ഷ്യൻ കൊളോക്കിയൽ ഭാഷ തൻ്റെ സാഹിത്യകൃതിയിലും സാഹിത്യരചനയിലും ഉൾപ്പെടുത്തിയ ഒരു സാഹിത്യകാരനാണ്. ബദല മിനൽ ലുഗൽ ഫുസ്ഹ, നമ്മുടെ ഫുസ്ഹയായ ലാംഗ്വേജിന് പകരം. അല്ലത്തി ഹിയ അസാസുൽ കിതാബ് അൽ അദബിയ്യ ഫി അസ്രിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അടിസ്ഥാന രചനയുടെ മാർഗമായിട്ട് ഫുസ്ഹ ഉപയോഗിക്കുന്ന സമയത്തും അദ്ദേഹം ആമിയായ ലഹ്ജകളെ ഉപയോഗിച്ച ഒരു എഴുത്തുകാരനാണ്. ഇനിയോ, യുഅദ്ദു ഇസ്തിഖ്ദാമു اللغة العامية في القصة القصيرة تمردا على طبيعة العصر الثقافة التي تجعل اللغة الفصحى هي لغة الأدب الحقيقي الذي يستحق قراءته. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൊളോക്കിയൽ അല്ലെങ്കിൽ ലഹജ ഉപയോഗിക്കുക എന്ന ഈ സംഗതി, അതോടൊപ്പം തന്നെ യുഅദ്ദു ഇസ്തിഖ്ദാമു اللغة العامية في القصة القصيرة, ഷോർട്ട് സ്റ്റോറിയിൽ ആമിയായ ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ള സംഗതി തമറുദൻ അല ത്വബീഅത്തിൽ അസ്രി സഖാഫ, സാംസ്കാരിക കാലഘട്ടത്തിൻ്റെ പ്രകൃതത്തോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു വിപ്ലവ പ്രഖ്യാപനമായിരുന്നു. അല്ലത്തി തജഅലു ലുഗൽ ഫുസ്ഹ, അതോടൊപ്പം എങ്ങനത്തെ സാംസ്കാരിക കാലഘട്ടത്തിൻ്റെ പ്രകൃതമാണ് അല്ലത്തി, എങ്ങനെയുള്ളതാണ് തജഅലു ലുഗൽ ഫുസ്ഹ ഹിയ ലുഗത്തുൽ അദബിൽ ഹഖീഖി, യഥാർത്ഥ സാഹിത്യ ലാംഗ്വേജ് അത് ഫുസ്ഹയാണ് എന്ന് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ, അല്ലതി യസ്തഹിഖുൽ ഖിറാഅ, എല്ലാവർക്കും അത് വായിക്കാൻ പര്യാപ്തമാകും എന്നുള്ള നിലക്ക്. എന്നാൽ അതിനോടുള്ള ഒരു അതിനോടുള്ള ഒരു വിപ്ലവം അല്ലെങ്കിൽ എതിര് നിൽക്കൽ, വിമുഖത കാണിക്കൽ, ഇതായിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നിടത്ത് കാണാൻ സാധിക്കുക. വഖദ് ഇത്തസമത്ത് കിതാബത്തുഹു ബിൽ വാഖഇയ്യ, അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം വാഖഇയ്യ കാണാൻ, റിയലിസം നമുക്ക് ബോധ്യമാകും. വലഹു മജ്മുഅത്തുൻ ഖിസസിയ്യത്തുൻ ഇസ്മുഹാ മാ തറാഹുൽ ഉയൂൻ എന്ന അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം, ഷോർട്ട് സ്റ്റോറിയുടെ കഥയുടെ സമാഹാരം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഫിൽ ഖിത്താർ എന്ന അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി, ഹുവ അമലുൻ അദബിയുൻ, അതൊരു സാഹിത്യ വർക്കാണ്. മിൻ നൗഇൽ ഖിസ്സൽ ഖസീറ, ഖസീറ എന്ന ഇനത്തിലെ. അല്ലഫഹ മുഹമ്മദ് തൈമൂർ രചിച്ചതാണത്. തുഅ്തബറു അവ്വലു ഖിസ്സ മിസ്രിയ്യ ഹഖീഖിയ്യ ഖയാലിയ്യ ഖാലിയ മിന തർജമ വൽ ഇഖ്തിബാസ് വൽ തഅരീബ് വൽ തംസീർ, പിന്നെ തഅരീബിൽ നിന്നും അറബി വൽക്കരിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന, തർജ്ജമ ചെയ്യുന്ന, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കോട്ട് ചെയ്യുന്ന അത്തരം മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞ് സ്വതന്ത്രമായി എഴുതിയ യഥാർത്ഥ അറബി കഥയിലെ ഒന്നാമത്തെ കഥയായിട്ട്, ഷോർട്ട് സ്റ്റോറി ആയിട്ട് എണ്ണപ്പെടുന്നതാണ് ഫിൽ ഖിത്താർ എന്നുള്ളത്. നഷറത്തു ഫി ജരീദത്തി സുഫൂർ സന 1917 മീലാദിയ, 1917 അസ്സുഫൂർ എന്ന പത്രത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ലഹറത്ത് ഖിസ്സ ഫിൽ ഖിത്താർ ضمن المجموعة القصصية, ഈ അൽ ഖിസ്സ ഫിൽ ഖിത്താർ എന്ന ഈ ഷോർട്ട് സ്റ്റോറി അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമായ മാ തറാഹുൽ ഉയൂൻ എന്നിടത്ത് നമുക്ക് അത് കാണാനും സാധിക്കും. അതിലത് പിന്നീട് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഗ്രന്ഥകാരൻ അല്ലെങ്കിൽ ഒരു കഥാകൃത്താണ് സക്കരിയ താമർ. ഹുവ അദീബുൻ സൂരിയൻ, സിറിയക്കാരനാണ്. വസഹഫിയൻ വകാതിബു ഖിസസിൻ ഖസീറ, അദ്ദേഹം ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, അതേപോലെ ജേർണലിസ്റ്റാണ്. വാബറത്ത് കുത്താബിൽ ഖിസൽ ഖസീർ ഫിൽ ആലമിൽ അറബ് ലോകത്ത് മൊത്തം പരിഗണിക്കുമ്പോൾ പ്രഗത്ഭരായ ഷോർട്ട് സ്റ്റോറി എഴുത്തുകാരിൽ ഒരാളാണ്. വുലിദ ഫി ദിമഷ്ഖ് ആം 1931 മിലാദിയ,
1931 ഡമസ്കസിലാണ് ജനനം. ലഹു ദൗറുൻ ഫി തഅസീസ് ഇത്തിഹാദ് അൽ കുത്താബിൽ അറബി ഫി സൂരിയ, സിറിയയിലുള്ള എഴുത്തുകാരുടെ സംഘടനയായ ഇത്തിഹാദുൽ കുത്താബിൽ അറബ് എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ, ആ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനത്തിൽ പങ്കുവഹിച്ച വ്യക്തിയാണ്. വതുഅദ്ദു കിതാബതുഹു, അദ്ദേഹത്തിൻ്റെ രചനകൾ കണക്കാക്കപ്പെടുന്നു ഇഹ്ദൽ അഅമിദ റാസിഖ ഫിൽ കിതാബ് അസ്സാഖിറ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലെ പരിഹാസ രചനകളിൽ ഉറപ്പുള്ള സ്തംഭങ്ങളിൽ ഒരു സ്തംഭമായിട്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ കണക്കാക്കപ്പെടുന്നു. ഫഫി കിതാബാത്തിഹി യുഹാവിലു അൻ യുബ്റുസ അത്തനഖുലാത്തി വസ്സിറാഅത്തി ഫിൽ വഅയിൽ അറബി, അറേബ്യൻ ബോധത്തിലുള്ള പലനിലക്കുള്ള സംഘടനകൾ, പലനിലക്കുള്ള വൈരുദ്ധ്യങ്ങൾ ഇവ വെളിപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളാണ്, രചനകളും ശ്രമങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലും എഴുത്തുകളിലും കാണാൻ കഴിയുന്നത്. വഫീൽ ഹയാത്തി ബിഷക്കിൽ ആം, പ്രത്യേകിച്ച് അറേബ്യൻ ജീവിതത്തെപ്പറ്റി മുൻദു സുദൂരി മജ്മൂഅത്തിൽ ഖിസസിയൽ ഊല, അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ കഥാസമാഹാരത്തിൻ്റെ ആവിർഭാവത്തോട്, പ്രസിദ്ധീകരണത്തോടു കൂടി, ഏതാണ് സമാഹാരം? സുഹൈൽ അൽ ജവാദുൽ അബീദ് എന്ന സുഹൈലുൽ ജവാദുൽ അബീദ് എന്ന അദ്ദേഹത്തിൻ്റെ സമാഹാരം. അത് 1960 മിലാദിയ 1960 അതിൻ്റെ തുടക്കം മുതൽ ഇസ്തതാഅ സക്കരിയ താമർ യക്തുബ ഖിസ്സ ഖസീറ അറബിയ്യ, അദ്ദേഹത്തിന് അറേബ്യൻ ഷോർട്ട് സ്റ്റോറികൾ എഴുതാൻ സാധിച്ചിട്ടുണ്ട്. അതും മലീഅത്തും ബിർറുമൂസ്, ധാരാളം സിമ്പിളുകൾ നിറച്ചതാണ്. വൽ ഗറായിബ്, വിചിത്രമായ സംഗതികളിലുണ്ട്. അല്ലത്തി തുഹാവിൽ, അതിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നു. ഔ തഹദുഫ്, അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നു. ഇലാ തഅരിയത്തിൽ വാഖിഅ മിന ദാഖിൽ വൽ ഖാരിജ് ബിസുഖ്രിയ ലാദിഅ, ശക്തമായ പരിഹാസ വഴി സ്വീകരിച്ചുകൊണ്ട് ആഭ്യന്തരവും പരോക്ഷവും പ്രത്യക്ഷവുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. നിമ്മ ജഅലഹ സീമതൻ ഖാസതൻ ബിആലമിഹിൽ ഖിസസി, ഇതാവട്ടെ അദ്ദേഹത്തിൻ്റെ കഥാലോകത്തിലുള്ള ഒരു വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. അടുത്തത് മഹ്മൂദ് സൈഫുദ്ദീൻ അൽ ഇറാനി, അദീബുൻ ഫിലസ്തീനിയൻ, അദ്ദേഹം ഒരു ഫലസ്തീനി എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്. യുഅദ്ദു റായിദൻ മിൻ റുവാദിൽ ഖിസൽ ഖസീറ ഫിൽ ഉർദുൻ, ജോർദാനിലെ ഷോർട്ട് സ്റ്റോറിയുടെ ഒരു പ്രഗത്ഭനായ ലീഡറാണ്. ലഹു മജ്മൂഅത്തുൻ മിനൽ കിതാബാത്തിൻ നസ്രിയ, അദ്ദേഹത്തിന് ധാരാളം നസ്രിയായ മേഖലയിൽ, ഗദ്യ മേഖലയിലുള്ള രചനകളുടെ സമാഹാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. വുലിദ ഫി യാഫ ആമൽ 1914 മിലാദിയ, 1914 യാഫയിലാണ് ജനനം. വഹുവ സാഹിബ് മജല്ലത്തുൽ ഫജ്ർ അൽ ഉസ്ബുഇയ്യ സ്വാദിറ ഫി യാഫ ആം 1935 മിലാദിയ, 1935 യാഫയിൽ നിന്ന് ആഴ്ചയിൽ പ്രസിദ്ധീകരിക്കുന്ന അൽ ഫജ്ർ എന്ന മജല്ലയുടെ സാഹിബാണ് അദ്ദേഹം, വ്യക്തിയാണ് അദ്ദേഹം, എന്ന ഉടമസ്ഥനാണ്. വഖദ് ഇസ്തഖറ ഫിൽ ഉർദുൻ ആം 1940 മുതൽ അദ്ദേഹം ജോർദാനിൽ സ്ഥിരതാമസമാക്കി. 1974 അദ്ദേഹം മരണപ്പെട്ടു. വതൂഫിയ ആം. വമിൻ മജ്മൂഅത്തിഹി അൽ ഖിസസിയ്യ, അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരം അവ്വലു ഷൗത്ത് 1937 പുറത്തിറക്കിയ അവ്വലു ഷൗത്താണ് ഒന്ന്. മഅന്നാസ് രണ്ടാമത്തെ 1956 പുറത്തിറക്കിയത്. അഖല്ലു സമൻ 1962 ഇത് പ്രസിദ്ധീകരിച്ചത്. മതാ യൻതഹിൽ ലൈൽ 1964. വലം തകുൻ കിതാബാതുഹു മുഖ്തസിറതൻ അലാ ഖിസൽ ഖസീറ, അദ്ദേഹം ഒരു ഷോർട്ട് സ്റ്റോറിയിൽ മാത്രം അദ്ദേഹത്തിൻ്റെ രചനകളെ പരിമിതിപ്പെടുത്തിയില്ല. ഫഖദ് കാന യക്തുബുൽ മഖാലകൾ എഴുതുന്ന വ്യക്തിയാണ്. വയക്തുബു ഫി നഖ്ദിൽ അദബി, സാഹിത്യ നിരൂപണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. അടുത്ത ഈസ അൻ-നാഊരി, അദ്ദേഹം മിൻ അഅ്ലാമി അൽ ഖിസ്സ അൽ ഖസീറ, അദ്ദേഹം ഒരു മഹാരഥനാണ് ഷോർട്ട് സ്റ്റോറിയുടെ മേഖലയിലെ. മിൻ റുവാദിഹ, അതിൻ്റെ ലീഡർമാരിലും. ഫിൽ ഉർദുൻ, ജോർദാനിലുള്ള. വഖദ് ജാഅ ബഅദൽ ഇറാനിക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വരുന്നത്. വലിദ അൻ-നാഊരി, അദ്ദേഹം ജനിച്ചത് 1918 ഫി ഖറിയത്തിൻ നാഊർ എന്ന ഗ്രാമത്തിൽ. വനുസിബ ഇലൈഹ, അതിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പേര് ചേർക്കപ്പെട്ടത്. വഖദ് ഇഹ്തമ ബിൽ ഖിസ്സ അൽ ഖസീറ, ഷോർട്ട് സ്റ്റോറി അദ്ദേഹം വളരെ പ്രാധാന്യത്തോടെ കണ്ടു. വഹാവല തത്വീറഹ ബിശക്ലിൻ ജയ്യിദിൻ, നല്ല നിലക്കതിന് പുരോഗതി ഉണ്ടാക്കാൻ, അതിനെ പരിപോഷിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. വഖതബ സീറദാത്തിയ, അദ്ദേഹം സീറദാത്തിയ എഴുതിയിട്ടുണ്ട്. ബി ഉൻവാൻ, അതിൻ്റെ പേരെന്താണ്? അശ്ശരീത്തുൽ അസ്വദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സീറദാത്തിയുടെ പേര്. വലഹു കിതാബാൻ ഫി അദബിർ റിഹ്ലാത്ത്, അതേപോലെ അദബുർ റിഹ്ല, സഞ്ചാര സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ രചന 2 പുസ്തകമുണ്ട്. റിവായ, അതിന് റിവായയുമുണ്ട്, നോവലുണ്ട്. ബി ഉൻവാൻ ലൈലത്തുൻ ഫിൽ ഖിത്താർ, അതിൻ്റെ പേര് ലൈലത്തുൻ ഫിൽ ഖിത്താർ എന്നാണ്. വഹിയ തതഹദ്ദസു അനി സിറാഅ് ബൈനൽ ഫിക്രി ശർഖി വൽ ഫിക്രി ഗർബി, ലൈലത്തുൻ ഫിൽ ഖിത്താർ എന്ന ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് അസ്സിറാഅ്, സംഘടനത്തെക്കുറിച്ചാണ്. ഏത് സംഘടനം? ബൈനൽ ഫിക്രി ശർഖി വൽ ഫിക്രി ഗർബി, കിഴക്കൻ പൗരസ്ത്യ ചിന്തകളെയും അതേപോലെ പാശ്ചാത്യൻ ചിന്തകളും ഇവ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്ന സംഘടന മേഖലകളെക്കുറിച്ചാണ് ആ പുസ്തകം ചർച്ച ചെയ്യുന്നത്. അബിദാലിക ഇസ്തതാഅ യഗ്നി അൽ ഹറക അൽ അദബിയ്യ ഫിൽ വഖ്തി അല്ലദി കാന യഈശു ഫീഹി, അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലെ, ആ സന്ദർഭത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങളെയും സാഹിത്യ മുന്നേറ്റങ്ങളെയൊക്കെ
അദ്ദേഹം സമ്പന്നമാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ബദഅ ബി കിതാബത്തിൽ ഖിസ്സൽ ഖസ്ർ ആം 1940 മിലാദിയ, 1940 മുതൽ അദ്ദേഹം ഷോർട്ട് സ്റ്റോറി എഴുതി തുടങ്ങി. വഅസ്സ മജല്ലത മജല്ല അദബിയ ബിസ്മി അൽ ഖലം അൽ ജദീദ്, അൽ ഖലം അൽ ജദീദ് എന്ന അദ്ദേഹത്തിൻ്റെ സാഹിത്യ മാഗസിൻ അദ്ദേഹം രൂപം നൽകി 1952. വഖദ് നജഹത്ത് നജാഹൻ കബീറൻ, വലിയ വിജയം അദ്ദേഹത്തിന് അതിൽ നേടാൻ സാധിച്ചു. ലാകിന്നഹ തവഖഫത് ബഅദ ആമിൻ മിൻ സുദൂരിഹ ബിസബബി الصعوبات المالية التي واجهت. ആ മജല്ല അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത് പിന്നീട് ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ പബ്ലിഷിംഗ്, അതിൻ്റെ പ്രസിദ്ധീകരണം നിലച്ചു പോവുകയാണ് ചെയ്തത്. വമിനൽ മുഹിം അൽ ഇഷാറ ഇല അഹമ്മി മജ്മുഅത്തിൽ ഖിസസിയ്യ, അദ്ദേഹത്തിൻ്റെ കഥകളുടെ സമാഹാരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സമാഹാരമാണ് ത്വരീഖു ഷൗഖ് 1955 പ്രസിദ്ധീകരിച്ച. അതേപോലെ ഖലിയു സൈഫ് യഖൂൽ 1956 പ്രസിദ്ധീകരിച്ച. ആഇദുൻ ഇലൽ മൈദാൻ 1961 പ്രസിദ്ധീകരിച്ച. വഗൈറഹ, അതല്ലാത്തതും. അടുത്ത ഹുസ്നി ഫരീസ്. ولد فريز في سلطة عام 1907. 1907 സൽത്ത പ്രദേശത്താണ് ഫരീസ് ജനിക്കുന്നത്. വഹുവ അഹദു റുവാദിൽ ഖിസ്സൽ ഖസീറ ഫിൽ ഉർദുൻ, അദ്ദേഹം ജോർദാനിലെ ഷോർട്ട് സ്റ്റോറി ലീഡറിലെ ഒരാളാണ്. ബദഅ യക്തുബുൽ ഖിസ്സൽ ഖസീറ ഫി അവാഖിറിൽ ഖംസിനിയാത്ത്, 50കളുടെ അവസാനത്തിലാണ് അദ്ദേഹം ഷോർട്ട് സ്റ്റോറി എഴുതി തുടങ്ങിയത്. വനശറത മുഅ്ലമുഹ ഫി സുഹഫിൽ മഹല്ലിയ ഔ ഫിൽ മജല്ലാത്ത്, അധികവും അദ്ദേഹം പ്രാദേശികമായ പത്രങ്ങളിലും മാഗസിനുകളിലും പ്രസിദ്ധീകരിച്ചു. സുമ്മ ജമഅഹ ഫി കിതാബ്, പിന്നെ അവ ഗ്രന്ഥങ്ങളിൽ സമാഹരിച്ചു. വമിൻ മജ്മുഅതിഹി അൽ ഖിസസിയ്യ, അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാണ് മജ്മുഅതു ഖിസസുൻ വനഖ്ദാത്ത് എന്നുള്ളതും. വഹിയ തളുമു അർബഅതു ഖിസസിൻ ഖസീറ, ഇത് 4 ഷോർട്ട് സ്റ്റോറികൾ ഉൾക്കൊള്ളുന്നവയാണ്. ബിൽ ഇദാഫത്തി ഇലാ മജ്മുഅ, അതല്ലാത്തതും അദ്ദേഹത്തിനുണ്ട്, മജ്മുഅയുണ്ട്, സമാഹാരമുണ്ട്. ഖിസസുൻ മിൻ ബലദി ഫീഹ 33 ഖിസ്സ, അതിലാവട്ടെ 33 കഥകളുണ്ട്. മജ്മുഅ ഖിസസുൻ വതംസിലിയാത്തുൻ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. വഫീഹ 6 ഖിസസ് ഖസീറ, അതിൽ 6 ഷോർട്ട് സ്റ്റോറികളാണ്. വഖദ് കാനത്ത് ഹാദിഹിൽ ഖിസസ് തതഹദ്ദസ അൻ ഹുമൂമിൽ മുജ്തമഇൽ ഉർദുനി, ഈ ഷോർട്ട് സ്റ്റോറികളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന വിഷയമെന്ന് പറയുന്നത്, അവയെല്ലാം സംസാരിക്കുന്നത് ഹുമൂമുകളെക്കുറിച്ചാണ്. ഹുമൂം എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങളെ, ദുഃഖങ്ങളെക്കുറിച്ച്. ആരുടെ? അൽ മുജ്തമഇൽ ഉർദുനി, ജോർദാൻ സമൂഹത്തിൻ്റെ. വതുഅബ്ബിറു അനിൽ വാഖിഅ, യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു. മുഅ്തമിദൻ അലാ ഖിബ്റതിഹി വതജാറുബിഹി ഫിൽ ഹയാത്തി വൽ മുജ്തമഇ, സമൂഹത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളും എക്സ്പീരിയൻസും ഒക്കെ അവലംബിച്ചുകൊണ്ട് അദ്ദേഹം ജോർദാൻ സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഗ്രന്ഥങ്ങളാണത്, അല്ലെങ്കിൽ കഥകളാണ്. ഇന്ന ഖിസസഹു സല്ലത്തത് അൽദൗഅ അലാ ഖളായൽ മുജ്തമഇൽ ഉർദുനി, എത്രത്തോളം എന്ന് വെച്ചാൽ ജോർദാൻ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതായിരുന്നു ഈ കഥകൾ എന്ന് പറയാൻ പറ്റും. അതും ഫി ഫത്റാത്തിൻ സമനീയ മുതബാഇദ, വിദൂര കാലഘട്ടങ്ങളിലുള്ള. ഇത് ആറളത്തിൽ സലാസത്തി അജിയാൽ, കാരണം 3 തലമുറകൾ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അൽ അബ്നാ വൽ ആബാ വൽ അജ്ദാദ്, ഒന്ന് മക്കളാണ്, മറ്റൊന്ന് പിതാക്കളാണ്, മറ്റൊന്ന് പൂർവികരാണ്. വലം യക്തുബ് ഹുസ്നി ഫരീസ് അൽ ഖിസ്സ അൽ ഖസീറ ഫഖത്ത്, അദ്ദേഹം ഷോർട്ട് സ്റ്റോറി മാത്രമല്ല എഴുതിയിട്ടുള്ളത്. ഫഖദ് കതബ ഫി ഷിഅറിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വൽ റിവായയിലും വൽ മഖാല വൽ ഖാതിറ, ആ മേഖലകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകൾ കാണാൻ പറ്റും. അടുത്ത യൂസുഫ് ഇദ്രീസ് ആണ്. വലിദ ഫി ഖറിയത്ത് അൽ ബൈറൂമിലാണ് യൂസുഫ് ഇദ്രീസ് ജനിച്ചത്. മുഹാഫദ അഷ്റഖിയ ഫി മിസ്ർ, 1927 മിസ്റിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള ബൈറൂമിലാണ് ജനിക്കുന്നത്. വകാത്തിബൻ മസ്രഹിയൻ ഖിസസിയൻ, എഴുത്തുകാരനാണ്, അതേപോലെ ഡ്രാമകൾ എന്ന വ്യക്തിയാണ്, അതോടൊപ്പം കഥാകൃത്താണ്. വകാന മുതഖസ്സിസൻ ഫി തിബ്ബിൻ നഫ്സി, മനഃശാസ്ത്ര മെഡിക്കൽ മേഖലയിൽ തഖസ്സുസ് എടുത്ത അല്ലെ എക്സ്പേർട്ടാണ് അദ്ദേഹം. ഇല്ല അന്നഹു കാന മുഹിബ്ബൻ ലിൽ അദബ്, അങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തിയാണെങ്കിലും അദ്ദേഹം സാഹിത്യ മേഖലകളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. കതബൽ അദീദ മിനൻ നുസൂസിൽ അദവിയ്യ അല്ലതി അദ്ദത് ഇലാ ശുഹ്റതിഹി, ധാരാളം സാഹിത്യ നസ്സുകൾ, ടെക്സ്റ്റുകൾ അദ്ദേഹം എഴുതി, അത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി വർദ്ധിപ്പിക്കാൻ കാരണമായി. കാന ലിമിഹനത്തി തിബ്ബി അസറുൻ ഫീമാ യക്തുബു, അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെഡിക്കൽ മേഖലയിലെ ജോലി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രചനകളെയും നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. ഫഹാദിഹിൽ മിഹ്ന മക്കനതുഹു മിനൽ ഇത്തിലാഅ അലാ അഹ്വാലിൽ മർദ ഫി അശദ്ദി ലഹ്ലാത്തിൻ ലഅഫഹും
ലഅഫഹുൽ ഇൻസാനി, മനുഷ്യൻ്റെ ദൗർബല്യ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഘട്ടമാണ്, ഏറ്റവും ശക്തമായ ഘട്ടമാണ് അവൻ്റെ രോഗികളുടെ അവസ്ഥകൾ എന്നുള്ളത്. ഈ ഒരു കാര്യത്തെ അദ്ദേഹത്തിന് നോക്കിക്കാണാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ജോലി അദ്ദേഹത്തെ സാഹിത്യ മേഖലയിൽ പല മേഖലകളിലേക്കും എഴുത്തുകൾ വ്യാപിപ്പിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. മിമ്മ ജഅല മിൻഹു ഇൻസാനൻ ഷദീദൽ ഹിസാസിയ്യ, ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ ആക്കി തീർത്തു. എങ്ങനെ? ഇൻസാനൻ ഷദീദൽ ഹിസാസിയ്യ, അങ്ങേയറ്റ മൂർച്ചയേറിയ അനുഭവമുള്ള ഒരു വ്യക്തിയാക്കി അദ്ദേഹത്തെ രൂപപ്പെടുത്തി. വഷദീദൽ ഖുർബ് മിനന്നാസ്, മനുഷ്യരോട് ഏറ്റവും അറ്റാച്ച്മെൻ്റുള്ള വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റി. വസദഅ യുഅബ്ബിറു അൻഹും, അവരെപ്പറ്റി കൂടുതൽ സംസാരിക്കുവാൻ കഴിയുന്ന വ്യക്തിയാക്കി അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുത്തു. വയുഅബ്ബിറു അമ്മാ ഫീ ദവാഖിലിഹിം, അവരെ ആന്തരിക അവസ്ഥകളെപ്പറ്റി എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു. കതബ അവ്വല ഖിസസിഹി അൽ ഖസീറ ഫി അസ്നാഇ ദിറാസതിഹി ഫിൽ ജാമിഅ, അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ ഷോർട്ട് സ്റ്റോറി അദ്ദേഹം എഴുതുന്നത്. ബഅദഹ നശറ ഇദ്രീസ് അദദൻ മിൻ ഖിസൽ ഖസീറ ഫി ജരീദ അൽ മിസ്രി, അതിനുശേഷം അദ്ദേഹം ധാരാളം ഷോർട്ട് സ്റ്റോറികൾ ഈജിപ്ഷ്യൻ പത്രങ്ങളിൽ അദ്ദേഹം എഴുതി. മജല്ലത്തി റോസ് അൽ യൂസുഫ് എന്ന മജല്ലയിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മിൻ മജ്മുഅതിഹി അൽ ഖിസസിയ്യ, അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളിൽപ്പെട്ടതാണ് അർഖസു ലയാലി, ഹാദിസത്തു ഷറഫ്, ലുഗത്തുൽ ആയി വഗൈറുഹാ, അതല്ലാത്തതും. വഖദ് ഹസല യൂസുഫ് ഇദ്രീസ് അല വിസാമുൽ ജംഹൂരിയ എന്ന ആ വിസാം, ആ മെഡൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് 1963. അദ്ദേഹം 1991 തൂഫിയ, വഫാത്താവുകയും ചെയ്തു. അത് ഗസ്സാൻ കെൻഫാനി. വലുത് ഫി മദീനത്തി അക്ക എന്ന പട്ടണത്തിൽ അദ്ദേഹം ജനിച്ചു. ഷിമാലി ഫലസ്തീൻ്റെ വടക്ക് ഭാഗമാണ്. 1936 വകതബ അവ്വല ഖിസസിഹി അൽ ഖസീറ ബിഉൻവാൻ, അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഷോർട്ട് സ്റ്റോറി അദ്ദേഹം രചിച്ചത് അൽ ഖമീസുൽ മസ്റൂഖ് എന്ന പേരിലാണ്. വഅൻഹ, അതിന് നാല ജായിസത്തുൽ ഊല, ഒന്നാമത്തെ അവാർഡ് ജായിസത്തിന് കിട്ടി. ഫി ഇഹ്ദൽ മുസാബഖാത്തി അൽ അദബിയ്യ, സാഹിത്യ മത്സരത്തിനുള്ള ഫസ്റ്റ് അവാർഡ് കിട്ടിയ ഷോർട്ട് സ്റ്റോറിയാണത്. ഇൻതഖല ഇല ബൈറൂത്ത് ആം 1960 മിലാദിയ, 1960 അദ്ദേഹം ബൈറൂത്തിലേക്ക് പോയി. ഇത് വജദ ഫീഹ മജാലൻ അദബിയ്യൻ റഹ്ബ, അവിടെ ഒരു വിശാലമായ സാഹിത്യ മേഖല അദ്ദേഹം കണ്ടെത്തി. വബദഅ അൽ അമല ഫി മജല്ലത്തിൽ ഹുർരിയ മജല്ലയിൽ അദ്ദേഹം ജോലി ആരംഭിച്ചു. كما كان يكتب مقالا أسبوعيا لجريدة المحرر البيروتية, അതേപോലെ മുഹറർ ബൈറൂത്തിയ എന്ന പത്രങ്ങളിൽ അദ്ദേഹം ആഴ്ചകളിൽ മക്കാലകൾ എഴുതി. വക്കാന മക്കാലത്തുഹു തലഖ സദൻ വാസിഅൻ ബൈനൽ ഖുറാ, ഹൃദയവിശാലതയോടെ വിശാലമായ അർത്ഥത്തിൽ തന്നെ ആളുകൾ അദ്ദേഹത്തിൻ്റെ മക്കാലകൾ ഏറ്റെടുത്തു. വക്കാന കൻഫാനി യക്തുബുൽ ഖിസൽ ഖസീറ, കൻഫാനി ഷോർട്ട് സ്റ്റോറികൾ എഴുതുന്നുണ്ട്. അൽ റിവായ എഴുതിയിട്ടുണ്ട്. അൽ മസ്രഹിയ ഡ്രാമകൾ എഴുതിയിട്ടുണ്ട്. വക്കാന അദബുഹു മുഅബ്ബിറൻ അനിന്നാസ്, അദ്ദേഹത്തിൻ്റെ സാഹിത്യം ആളുകളെപ്പറ്റി സംസാരിക്കുന്നതായിരുന്നു. വമാജറാലി ഫലസ്തീൻ നടക്കുന്ന ഫിന്നക്ബ വന്നക്സ, അവിടെയുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും അവയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഉണ്ടായിട്ടുള്ളത്. നഫ്സിഹി വാനിന്നാസ്, സ്വന്തത്തെക്കുറിച്ച് അതേപോലെ ആളുകളെക്കുറിച്ച് ജനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടുണ്ട്. വഅമ്മ യദൂറു ഹൗലഹു മിൻ അഹ്ദാസ്, ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങളെ അദ്ദേഹം കോറിയിട്ടിട്ടുണ്ട്. വഅദബഹു യത്തസിഫു ബിൽ വാഖഇയ്യ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യം വാഖഇയ്യ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നു, റിയലിസത്തെ കൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്നു. വമിൻ മജ്മുഅതിഹിൽ ഖിസസിയ്യ, അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളിൽപ്പെട്ടതാണ് മൗതു സരീർ റഖം 12 ഫി ആം 1961 മിലാദിയ, 1961 പുറത്തിറക്കിയ മരണത്തിൻ്റെ കിടക്ക നമ്പർ 12 എന്ന ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു സമാഹാരം. മറ്റൊന്ന് അർദുൽ ബുർത്തുഖാൽ അൽ ഹസീൻ, അത് 1963 പ്രസിദ്ധീകരിച്ചാണ്. വലാകിൻ മിഷ്വാറഹുൽ അദബി ലം യക്തമിൽ, അദ്ദേഹത്തിൻ്റെ ഈ രചനയിലെ സാഹിത്യ മേഖലയിലെ മുന്നേറ്റം ഒരിക്കലും അവസാനിച്ചിട്ടില്ല. ലിഅന്നഹു ഖതീല, പക്ഷേ അദ്ദേഹം വധിക്കപ്പെടുകയുണ്ടായത് ഫിസാമിൻ മിൻ ഷഹർ തമൂസ് ആം 1972 മിലാദിയ, 1972 അദ്ദേഹം വധിക്കപ്പെടുകയായിരുന്നു. ഫി ബൈറൂത്ത് വെച്ചിട്ട് ബഅദ ഇൻഫിജാറിൻ അബുവ നാസിഫ വദിഅത ഫി സയ്യാറതിഹി, അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കാർ ബോംബ് പൊട്ടിത്തെറിച്ചു. അബുവ നാസിഫ എന്നാൽ ബോംബ്, വദിഅത ഫി സയ്യാറതിഹി അതിൻ്റെ കാറിൽ വെച്ചിട്ടുള്ള, അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം മരിക്കുകയായിരുന്നു. അത് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഹുവ അദീബ് ലുബ്നാനി മിൻ അദബാഇൽ മഹ്ജർ ഷിമാലി, വടക്കേ മഹ്ജറിൽ ജീവിച്ച സാഹിത്യകാരന്മാരിലെ ലുബ്നാൻ സാഹിത്യകാരനാണ് ജുബ്രാൻ. അസ്സസ മഅ മജ്മുഅത്തി മിനൽ ഉദബാഇ റാബിത്തുൽ ഖലമിയ്യ, അദ്ദേഹം മറ്റു പല സാഹിത്യകാരന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് റാബിത്തുൽ ഖലമിയ്യ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഫഹുവ മിൻ റുമൂസ് നഹ്ല അൽ അദബിയ്യ ഫിൽ അസ്ർ അൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യ നവോത്ഥാനത്തിൻ്റെ ഒരു സിംബലായിട്ട് കണക്കാക്കപ്പെടുന്നു. വഖദ് കതബ ഫിൽ ഖിസ്സൽ ഖസീറ വൽ റിവായ വശിഅർ, കവിത, കഥ, നോവൽ, പ്രത്യേകിച്ച് ഷോർട്ട് സ്റ്റോറി ഈ മേഖലയിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വതമയ്യസത് കിതാബത്തുഹു ബിത്താബിഇർ റൊമാൻസി മിൻ ജിഹ, ഒരു മേഖലയിലൂടെ റൊമാൻറ്റിക്
പ്രകൃതം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ വേറിട്ട് നിൽക്കുന്നത്. വത്വാബ് അൽ ഫൽസഫി മിൻ ജിഹത്തിൻ ഉഖ്റ, മറ്റൊരു മേഖലയോട് നോക്കിയാൽ ഒരു മനഃശാസ്ത്രപരമായ മേഖലയിലൂടെയും അവ വ്യതിരിക്തമാകുന്നു. വക്കാനത്ത് ലുഗത്തുഹു സലിസ, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് സരളമായിരുന്നു. തമീലു ഇല ഷഊരിയ, അതൊരു വൈകാരിക തലങ്ങളിലേക്ക് നീണ്ടുപോകുന്നതാണ്. വമിൻ അഷ്ഹുരി റിവായത്തിഹി അൽ അജ്നിഹത്തുൽ മുതകസ്സിറ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ റിവായ നോവൽ എന്ന് പറയുന്നത് അത് അൽ അജ്നിഹത്തുൽ മുതകസ്സിറ എന്ന ഗ്രന്ഥമാണ്. വമിൻ മജ്മുഅത്തുൽ ഖിസസിയ്യ മജ്മുഅത്തു അറായിസുൽ മുറൂജ്, അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളിലെ ഒരു കഥാസമാഹാരമാണ് അറായിസുൽ മുറൂജ് എന്നുള്ളത്. ഇത് 1906 പ്രസിദ്ധീകരിച്ചത്. ഇത് ഇഹ്തവ ഹാദൽ കിതാബ് അലാ സലാസി ഖിസസ് ഖസീറ, ഇതിൽ 3 ഷോർട്ട് സ്റ്റോറികൾ ഉൾക്കൊള്ളുന്നുണ്ട്. തമ്മ തർജുമതുഹാ ഫീമാ ബഅദു, അത് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു ഇലൽ ഇൻജലീസിയ, ഇംഗ്ലീഷ് ഭാഷയിലേക്ക്. തഹ്ത അനാവിൻ മുതഅദ്ദിദ, വ്യത്യസ്ത ഹെഡിങ്ങുകളായിക്കൊണ്ട്. വഫിൽ ആമി നഫ്സിഹി, അതേ വർഷം ബദഅ കിതാബത ഉമൂദിൻ ഖാസിൻ ബിഹി ഫി സഹീഫ അലത്തി ഖാൻ യക്തുബു ലഹാ തഹ്ത ഉൻവാൻ ദംഅ വബ്തിസാമ, അതോടൊപ്പം തന്നെ അദ്ദേഹം പത്രത്തിൽ ഒരു പ്രത്യേക കോളത്തിൽ തന്നെ അദ്ദേഹം എഴുതിയിരുന്ന ഒരു കോളം തന്നെ അദ്ദേഹത്തിന് എഴുതാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ദംഅ വബ്തിസാമ എന്ന ഹെഡിങ്ങിന് കീഴിൽ അവ എഴുതി വന്നിരുന്നു. യുദാഫു ഇലാ ദാലിക മജ്മുഅ ഉഖ്റ ഫി മജ്മുഅ, ഇതിന് പുറമെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സമാഹാരമാണ് അൽ അവാസിഫ് എന്നുള്ളത്. വഖദ് ഖാൻ തതഹദ്ദസു അമ്മാ യംകിനു അൻ യതഅറദ ലഹുൽ ഇൻസാനു മിൻ ദുൽമിൻ വഖഹ്റിൻ ഫി ഹയാത്തിഹി, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അടിച്ചമർത്തലുകളും അതിക്രമങ്ങളും ഇവക്ക് വിധേയമാകുന്ന മനുഷ്യൻ, അവനെക്കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അമിനൽ മുഹിമ്മൽ ഇഷാറ ഇല അന്ന അഅമാൽ ജുബ്രാൻ അൽ അദബിയ്യ, ജുബ്രാൻ്റെ ഏറ്റവും സാഹിത്യപരമായ വർക്കുകളെപ്പറ്റി നാം നിർബന്ധപൂർവ്വം സൂചിപ്പിക്കേണ്ട സംഗതിയാണ്. തുർജിമത്തിൽ ലുഗാത്തിൽ മുതഅദ്ദിദ, അവയൊക്കെയും വ്യത്യസ്തങ്ങളായ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. ഒലാഖത്ത് സദൻ കബീറൻ എന്തൽ ഖുറാ, വായനക്കാരടുക്കൽ അത് വിശാലമായ നിലക്കുള്ള സ്വീകാര്യത ലഭിച്ചു എന്നുള്ളത്. 1931 തൂഫിയ ജുബ്രാൻ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മിഖായിൽ നുഐമ. ولد نعيمة في جبل صنين في لبنان عام 1889 മിലാദിയ. 1889 ലബനാനിലെ സുനീൻ മലകളിലാണ് മിഖായിൽ നുഐമ ജനിച്ചത്. വഹാസല അൽ ജിൻസി അൽ അമേരിക്കി ഐലൻ, അദ്ദേഹത്തിന് അമേരിക്കൻ പൗരത്വവും ലഭിച്ചിട്ടുണ്ട്. വഹുവ മിൻ ജമാഅത്തിൽ മഹ്ജർ ഷിമാലി, അദ്ദേഹവും മഹ്ജർ സാഹിത്യകാരന്മാരിലെ ആ സംഘങ്ങളിലെ വ്യക്തിയാണ്. വമിൻ മുഅസ്സിസി റാബിത്തുൽ ഖലമി മഅ മജ്മുഅത്തി മിനൽ ഉദബാ, സാഹിത്യകാരന്മാരുടെ ഒരു സംഘത്തിൻ്റെ കൂടെ റാബിത്തുൽ ഖലമിയെ സ്ഥാപിച്ചവരിൽ അവരുടെ കൂട്ടത്തിലെ വ്യക്തിയാണ് മിഖായിൽ നുഐമ. അവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ജുബ്രാൻ ഖൽ ജുബ്രാൻ, ഇലാബ് മലിയുണ്ട്, വഗൈറുഹും, അവരെല്ലാത്തവരുമുണ്ട്. വഹു മിൻ ശുഅറാ അൻ-നഹ്ദ അൽ-അദബിയ്യ ഫിൽ അസ്ർ അൽ-ഹദീസ്, ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യ നവോത്ഥാനത്തിൻ്റെ മേഖലയിലുള്ള കവികളുടെ കൂട്ടത്തിലെ വ്യക്തിയാണ് അദ്ദേഹം. വലഹു കിതാബുൻ, അദ്ദേഹത്തിന് ഗ്രന്ഥമുണ്ട്. അൽ ഖിർബാൽ എന്ന ഗ്രന്ഥമുണ്ട്. വഹുവ കിതാബുൻ നഖ്ദിയൻ, അത് കൈകാര്യം ചെയ്യുന്ന വിഷയം നിരൂപണമാണ്, നഖ്ദിയാണ്. മിൻ മജ്മുഅത്തിഹിൽ ഖിസസിയ്യ, അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളിൽപ്പെട്ടതാണ് മജ്മുഅത്തു ഖാന മാ ഖാൻ. വഹിയ തതകവ്വനു മിൻ മജ്മുഅത്തിൻ മിനൽ ഖിസസ്, അതാവട്ടെ കഥകൾ ഉൾക്കൊള്ളുന്ന സമാഹാരമാണ്. ലാകിൻ ഹാദിഹിൽ ഖിസസ്, എന്നാൽ ഈ കഥകൾ തുഅദ്ദു തവീല നസബിയൻ, താരതമ്യേന നീളം കൂടിയവയാണ്. വതുറക്കിസു അലൽ ഖദായൽ ഇൻസാനിയ, മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അവ കൈകാര്യം ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. വഹുമുൽ ഇൻസാൻ, മനുഷ്യൻ്റെ ദുഃഖങ്ങളെപ്പറ്റി. വൽ മശാഇർ ഇൻസാനിയ, മനുഷ്യൻ്റെ ഫീലിങ്സിനെ പറ്റി. വയത്തളിഹു ദാലിക, അതിൽ നമുക്ക് കാണാൻ സാധിക്കും ഫി ഖിസ്സത്തിൽ ആഖിർ അൽ ആഖിർ എന്ന കഥയിൽ അലത്തി തുബയ്യിനു, അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മദ മുആനാത്തിൽ മർഅ, ഒരു പെണ്ണിൻ്റെ മുആനാത്ത്, പ്രതിസന്ധികൾ ഫിൽ മുജ്തമഇൽ അറബി, അറേബ്യൻ സാഹിത്യത്തിൽ അറേബ്യൻ സമൂഹത്തിൽ ഒരു പെണ്ണനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കൈകാര്യം ചെയ്യുന്ന അത് നമുക്കതിൽ വായിക്കാൻ പറ്റും. വൽദുൽമ്, അക്രമങ്ങളും അല്ലദീ ഖദ് യഖഉ അലൈഹ, അവൾക്കുമേൽ ബാധിക്കുന്ന ദൂന ദംബില്ലഹ, യാതൊരു കുറ്റവും ചെയ്യാതെ ഒരു അറേബ്യൻ പെണ്ണ് അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധികൾ. ഫതകൂനു വഹിയത്തൽ മുജ്തമഇ അല്ലദീ ലാ യർഹംഹ, സമൂഹം അനുകമ്പ കാണിക്കാത്ത സമൂഹത്തിൻ്റെ ഇരയായിട്ട് അവൾ മാറുന്നതായിട്ടും. വതൂഫിയ അൽ അദീബ് നുഐമ ആം 1988 മിലാദിയ, 1988 അദ്ദേഹം വഫാത്താകുന്നത്. ഇനി അവിടെ റിക്യാപ്പാണ്. അൽ ഖിസ്സ അൽ ഖസീറ, ഖിസ്സ ഖസീറ എന്ന് പറഞ്ഞാൽ ജിൻസുൻ അദബിയുൻ നസരിയുൻ ഖയാലിയുൻ, ഭാവനാത്മകമായ ഗദ്യ സാഹിത്യ ഇനമാണ്. തെക്കൂനു അക്സറ മിന റിവായ, റിവായക്കാളും വളരെ ലളിതമായിരിക്കും, ചെറുതായിരിക്കും. തെത്തനാവൽ ഷഖ്സിയാത്തിൻ ഖലീല, കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം ഉപയോഗിക്കും. ലഹറത്തുൽ ഖിസ്സ അൽ ഖസീറ ഫിൽ അദബിൽ അറബി ബിശുറൂതിഹ അൽ കാമില മുൻദു ബിദായത്തിൽ ഖർൻ 20, 20ാം നൂറ്റാണ്ട് ആരംഭം മുതലാണ് അതിൻ്റെ പരിപൂർണമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഷോർട്ട് സ്റ്റോറി അറേബ്യൻ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ലിഹ്തികാക്കിൽ അറബി ബിൽ ഗർബ്, അറബികൾ ഗർബുകളുമായിട്ടുള്ള കൂടിക്കലരലുകൾ. വത്തിലാഹിം അല ആദാബിൽ ഗർബ്,
പാശ്ചാത്യ സാഹിത്യങ്ങളിലേക്കുള്ള എത്തിനോട്ടങ്ങളും പഠനങ്ങളും അതെല്ലാം വാദിഹൻ വ്യക്തമാണ് ഫി തതവ്വുറിൽ ഖിസ്സൽ ഖസീറൽ അറബിയ, അറേബ്യൻ ഷോർട്ട് സ്റ്റോറിയുടെ ഡെവലപ്മെൻറ്റിൽ. തതവ്വുറുൽ ഖിസ്സൽ ഖസീറ ഫിൽ അദബിൽ അറബി അബ്റ സലാസി മറാഹിൽ, 3 ഘട്ടങ്ങളിലൂടെയാണ് അതിൻ്റെ വളർച്ച ഉണ്ടായിട്ടുള്ളത്. അൽ മർഹലത്തുൽ ഊല, ഒന്ന് അൽ മർഹല അൽ ജിനീനിയ, അതിൻ്റെ ഭ്രൂണാവസ്ഥ, അത് മിൻ ബിദായത്തിൽ ഖർനി 19 മുതൽ 1914 വരെയുള്ള കാലഘട്ടം, 10ാം നൂറ്റാണ്ട് മുതൽ. ഈ കാലഘട്ടത്തിൽ സലീം അൽ ബുസ്താനി, മൻഫലൂത്തി, ജുബ്രാൻ ഇവരാണ് പ്രസിദ്ധരായിട്ടുള്ളവർ. അൽ മർഹല സാനിയ അൽ മർഹല അത്തജ്രീബിയ, ഇതൊരു അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടം എന്ന് പറയാം, 1914 മുതൽ 25 വരെ. ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് തൈമൂർ, താഹിർ ലാഷീൻ. അൽ മർഹല അത്തക്വീനിയ, മറ്റൊന്ന് രൂപീകൃത കാലഘട്ടം, അത് പൂർണ്ണതയിലെത്തുന്ന കാലഘട്ടം, 1925 മുതൽ ഇലാ വഖ്തിൽ ഹാളിർ, ഈ കാലഘട്ടം വരെ. ഇവിടെയുള്ളത് മുഹമ്മദ് തൈമൂർ. മുഹമ്മദ് തൈമൂറിനെ പറ്റി പറയുകയാണെങ്കിൽ ഖിസ്സ അൽ ഖസീറ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ്. ഫിൽ ഖിതാർ, അത് ളിംന മജ്മൂഅത്തിഹിൽ ഖിസസിയ്യ മാ തറാഹുൽ ഉയൂൻ എന്ന അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളിലാണ് അവ ഉൾക്കൊള്ളുന്നത്. മറ്റേ സക്കരിയ താമർ, മജ്മൂഅത്തുഹു അൽ ഖിസസിയ്യ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ്. സ്വഹീലുൽ ജവാദിൽ അബിയദ്, അടുത്ത മഹ്മൂദ് സൈഫുദ്ദീൻ അൽ ഇറാനി, മജ്മൂഅത്തുൽ ഖിസസിയ്യ അവ്വലു ഷൗത്ത്. ഈസ നാഊരി, മജ്മൂഅത്തുൽ ഖിസസിയ്യ ത്വരീഖ് ഷൗഖ്. حسني فريز مجموعته القصصية قصص ونقدات. يوسف إدريس مجموعته هو القصصية أرخص ليالي. غسان كنفاني مجموعته القصصية موت سرير رقم 12. جبران خليل جبران مجموعته القصصية عرائس المروج. ميخائيل نعيم مجموعته القصصية كان مكان. ഇനി അവിടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാഹിയ അൽ ഖിസ്സ അൽ ഖസീറ, അൽ ഖിസ്സ അൽ ഖസീറ എന്നാൽ എന്താണ്? 2 മാഹുവ അവ്വലു കിതാബിൻ ഫിൽ ഖിസ്സ അൽ ഖസീറ അറബിയ, അറബി ഷോർട്ട് സ്റ്റോറിയിലെ 1ാമത്തെ ഗ്രന്ഥം ഏതാണ്? 3 ഐന വുലിദ മുഹമ്മദ് തൈമൂർ, മുഹമ്മദ് തൈമൂർ എവിടെയാണ് ജനിച്ചത്? 4 മൻ കതബ അൽ ഖമീസുൽ മസ്റൂഖ്, അൽ ഖമീസുൽ മസ്റൂഖ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 5 ഉക്തു ബഅദ ഖിസസിൻ ഖസീറ ലികാതിബ് യൂസുഫ് ഇദ്രീസ്, യൂസുഫ് ഇദ്രീസ് എന്നതിൻ്റെ ചില ഷോർട്ട് സ്റ്റോറികളെ കുറിച്ച് എഴുതുക. മൻ അല്ലഫ കിതാബ് അൽ ഖിർബാൽ, അൽ ഖിർബാൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മൻ കതബ അൽ അജ്നിഹത്തുൽ മുതക്കസ്സിറ, അൽ അജ്നിഹത്തുൽ മുതക്കസ്സിറ രചിച്ചത് ആരാണ്? മാ ഹുവ അവ്വലു അൽ ഖിസസ് അൽ ഖസീറ ലി ഗസ്സാൻ കൻഫാനി, ഗസ്സാൻ കൻഫാനിയുടെ 1ാമത്തെ കഥാസമാഹാരം ഷോർട്ട് സ്റ്റോറി സമാഹാരം ഏതാണ്? അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി ഏതാണ്? മാഹി അൽ ഹറക ലതവിയ അല്ലതി അസ്സ ജുബ്രാൻ, ജുബ്രാൻ സ്ഥാപിച്ച സാഹിത്യ പ്രസ്ഥാനം ഏതാണ്? മൻ സ്വാഹിബ് കിതാബ് അർദുൽ ബുർത്തുഖാലിൽ ഹസീൻ, അർദുൽ ബുർത്തുഖാലിൽ ഹസീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? ഇതിൻ്റെ ആൻസറുകളൊക്കെ നമ്മുടെ പുസ്തകത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇതോടുകൂടെ യൂണിറ്റ് 2 ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.